ക്ഷീരവികസനം സാർ ഈ വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ 150.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് 11.4 കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 22.55 കോടിയും വകയിരുത്തുന്നു. മത്സ്യബന്ധനം സാർ തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ 227.12 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോളിങ്ങിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത്സ്യ വിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്ന പദ്ധതിക്കായിട്ട് 9 കോടി രൂപ നീക്കിവെക്കുന്നു. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം. ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് സർ. ഈ സ്കീമിൻ്റെ സംസ്ഥാന വിഹിതമായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയ്ക്ക് 7 പദ്ധതികളായി 80.91 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 67.5 കോടി രൂപ അക്വാകൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ്. മത്സ്യഫാമുകൾ, നഴ്സറികൾ, ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ അരൂർ ചന്ദ്രൂർ അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കോമൺ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി 2024-25 136.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ മാനവശേഷി വികസനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായി 60 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വിദ്യാഭ്യാസ പരിശീലന പരിപാടിക്കുള്ള 15 കോടി രൂപയും സോഷ്യൽ മൊബിലൈസേഷൻ പരിപാടിക്കുള്ള 5 കോടി രൂപയും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളുടെ ഇതര ഉപജീവനമാർഗങ്ങൾക്കായി 17 കോടി. മത്സ്യഫെഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യഫെഡിൻ്റെ നീണ്ടകരയിലെ പുതുതായി നിർമ്മിക്കുന്ന വല ഫാക്ടറിക്കായിട്ട് 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സർ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിൻ്റെ ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്കായി 10 കോടി രൂപയും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 10 കോടി രൂപയും നീക്കിവെക്കുന്നു. നിരന്തരമായ തീരശോഷണ ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും തീരത്തു നിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പുനർഗേഹം പദ്ധതിയുടെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 40 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതത്തിൻ്റെ ഇരട്ടിയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിന് ശേഷം ഇതുവരെ പുനർഗേഹം പദ്ധതിക്ക് 226.80 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സർ മത്സ്യതുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അപകടമരണം, കാണാതാകൽ, സ്ഥിരവൈകല്യം എന്നിവയ്ക്ക് 10 ലക്ഷം രൂപയുടെയും ഭാഗിക വൈകല്യത്തിന് 5 ലക്ഷം രൂപയുടെയും അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്കായി 11.18 കോടി രൂപ വകയിരുത്തുന്നു. 2.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും 80,000-ഓളം അനുബന്ധ തൊഴിലാളികളും ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. സർ മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ നവീകരണം ഉൾപ്പെടെ വിവിധ പ്രവൃത്തികൾക്ക് സംസ്ഥാന വിഹിതമായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഇതുൾപ്പെടെ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപയാണ്. സാർ പൊഴിയൂരിൽ വിഴിഞ്ഞത്തിൻ്റെ വികസനത്തോടുകൂടി പൊഴിയൂരിൽ ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പ്രാഥമികമായിട്ട് 5 കോടി രൂപ അനുവദിക്കും. വനവും വന്യജീവി സംരക്ഷണവും സർ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനോപാധിക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ഒരു കവചമായി വനമേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നീ വിഷയങ്ങൾക്കാണ് 2024-25 ഊന്നൽ നൽകുന്നത്. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിലൂടെ ലഭിച്ച 4797 പരാതികളിൽ 4311 പരിഹരിക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ നിന്നും അനുകൂല വിധി സമ്പാദിച്ച് എക്കോ സെൻസിറ്റീവ് സോണുകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ നിന്നും വാസയോഗ്യമായ സ്ഥലങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. സർ നവകേരള പദ്ധതിയുടെ കീഴിൽ 93.6 കോടി രൂപ നൽകി പട്ടികവർഗ്ഗക്കാരല്ലാത്ത 780 കുടുംബങ്ങളെ വനമേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചു. ഇതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാലമായി നിലനിന്നിരുന്നൊരു പ്രശ്നം വിജയകരമായി പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചന്ദനകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി. സർ സംസ്ഥാനത്ത് ചന്ദനകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചന്ദനം സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുകയും ചെയ്യും. ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും
ചട്ടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിൻ്റെ കളക്ഷൻ സെൻ്ററുകളാക്കുക, ചന്ദനത്തടികൾക്ക് സർക്കാർ നിർണ്ണയിച്ച മൂല്യത്തിൻ്റെ 50% മുൻകൂറായി ഉടമസ്ഥർക്ക് നൽകുന്നതിന് റിവോൾവിംഗ് ഫണ്ട് സൃഷ്ടിക്കുക തുടങ്ങിയും വിഭാവനം ചെയ്യുന്നു. ഇക്കോ ടൂറിസം അതോറിറ്റി. സർ, ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കും. വനവും വന്യജീവി മേഖലയിൽ 2024-25 സാമ്പത്തിക വർഷം 232.59 കോടി വകയിരുത്തുന്നു. സർ, ഇന്ത്യയിൽ ആദ്യമായി വനത്തെ പൂർണ്ണമായും ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന 500 ഗോത്രവർഗ യുവജനങ്ങളെ PSCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ബീറ്റ് ഫോറസ്റ്റർമാരായി ഈ ഗവൺമെൻറ് കാലത്ത് നിയമിച്ചു. സർ, ജൈവ വൈവിധ്യ സമ്പത്തിൻ്റെ സംരക്ഷണത്തിനായി 5.97 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാരിസ്ഥിതിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിനത്തിൽ 24-25 സാമ്പത്തിക വർഷം 50.30 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണ മാർഗങ്ങൾ. സർ, ഇതിനായി കഴിഞ്ഞ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇതുവരെ കിഫ്ബിയിൽ നിന്നുൾപ്പെടെ 204.25 കോടി രൂപ ചെലവഴിച്ചു. 24-25 സാമ്പത്തിക വർഷം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ വിപുലമായ സഫാരി പാർക്ക് സജ്ജമാക്കും. മ്യൂസിയം, ജൈവവൈവിധ്യ പാർക്ക്, മൃഗശാല എന്നിവ ചേർന്ന ഈ കേന്ദ്രത്തിനായി 300 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പൊതുമേഖല, സഹകരണ മേഖല, സ്വകാര്യ മേഖല എന്നിവ ചേർന്നുള്ള സംയുക്ത സംരംഭമായി ഇത് വികസിപ്പിക്കും. ഈ പദ്ധതിക്ക് 300 കോടി രൂപ നിക്ഷേപം വേണ്ടിവരുമെന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. മലബാർ മേഖലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായിട്ട് ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചെലവിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ടൈഗർ സഫാരി പാർക്ക്. കോഴിക്കോട് വനം ഡിവിഷനിലെ പെരുവണ്ണാമൂഴി റേഞ്ചിലെ മുതുകാടുള്ള 120 ഹെക്ടർ ഭൂമിയിൽ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതകളുള്ള ഒന്നായി ഈ കേന്ദ്രത്തെ വികസിപ്പിക്കും.